പാരമ്പര്യമായിട്ട് കൈമാറി വരുന്ന ദാരിദ്ര്യം അന്റെ ജനറേഷനോടും കൂടി തീരണം. ഒന്നിക്കൽ ജനറേഷൻ തീരും, അല്ലെങ്കിൽ ദാരിദ്ര്യം തീരും. എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് 3 റിസർവ് ബാങ്ക് വേണമെന്നൊന്നുമല്ല. പണ്ട് സ്കൂളിൽ എന്തെങ്കിലും പരിപാടിക്ക് ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ അന്റെ അച്ഛൻ പീഡിയക്കാരനോട് പറയും, എടോ ഇപ്പൊ 200 ഉള്ളൂ, ബാക്കി എഴുതി വെച്ചോ, ഞാൻ പിന്നെ തരാം. പുതിയ ഡ്രസ്സ് കിട്ടിയ എന്റെ കുന്തളിപ്പിലും ബാക്ക് ഇൻ ദ ഡേയ്സ് ഇതൊരു സ്ഥിരം കലാപരിപാടി ആയതുകൊണ്ടും അനക്കെന്ന കോൺവെർസേഷൻ വളരെ നോർമൽ ആയിട്ടാണ് തോന്നിയത്. പക്ഷെ ഇന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഒരു പുതിയ ഡ്രസ്സ് വരെ ഇത്രയും പ്രാരാബ്ദത്തിലാണല്ലോ വാങ്ങേണ്ടി വന്നതെന്ന് ആലോചിക്കുമ്പോൾ വലിയ സുഖമൊന്നുമില്ല. പൈസക്ക് ജീവിതത്തിൽ ഇത്രയും പ്രാധാന്യം ഉണ്ട് നടക്കടക്ക് എന്നെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ കോർ മെമ്മറീസ് ഇങ്ങനെ എടുത്തു നോക്കും. എന്ത് പൈസ, ഒരു ക്യാൻസർ വന്ന എല്ലാം തീർന്നില്ല, ഇങ്ങനെയാണ് ചിന്തിക്കുന്നതെങ്കിൽ ക്യാൻസർ പേഷ്യൻസ് ആയിട്ടുള്ള 2 ആൾക്കാരെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് സേ ഇതിൽ ഒരാൾക്ക് നല്ല പൈസയുണ്ട്, ഒരാൾക്ക് നല്ല ദാരിദ്ര്യമുണ്ട്. 2 ആളും സ്വന്തം ഹെൽത്തിനെ കുറിച്ച് ഈക്വലി വറിയാവുന്ന സമയത്ത് ഈ പൈസ ഇല്ലാത്ത ആൾക്കൊരു അഡീഷണൽ സ്ട്രെസ് ഉണ്ട്. ദാറ്റ് ഇസ് നത്തിങ് ബട്ട് ദ ട്രീറ്റ്മെന്റിന് ചെലവ്. അത് അയാളെ ഈ സിറ്റുവേഷനിൽ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുമല്ലേ ഉള്ളൂ. 10,000 ഉറുപ്പിക ഉണ്ടെങ്കിൽ സുഖമായിട്ട് നാട്ടിൽ ജീവിക്കാന്നുള്ള കുറെ കമന്റ്സ് ഞാൻ കാണലുണ്ട്. ഒരു മെഡിക്കൽ എമർജൻസി വന്നാൽ ഈ സുഖം ആടെ തീരും. ഒരു ഓലപ്പുരയുള്ള വീട് കാണുമ്പോൾ പറയും അതിലാന്ന് സ്വർഗം. ഒലക്കേന്റെ മൂടാണ്. ലൈഫ് എന്ന് പറയുന്നത് ജീവിക്കാനുള്ളതാണ്, അല്ലാണ്ട് സർവൈവ് ചെയ്യാനുള്ളതല്ല. അതിന് പൈസ എന്നെ വേണം.